ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എനിക്ക് കുറച്ചധികം തിരക്കായിപ്പോയി, അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇടാനും ഒക്കെ തന്നെ പറ്റിയില്ല. കുറച്ചധികം തിരക്കുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ തന്തപ്പടി, അതായത് എൻ്റെ അച്ഛൻ വീട്ടിൽ വന്നിട്ടുണ്ട്. ഗൾഫിലായിരുന്നു മൂപ്പര്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഇടാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ അത്ര നല്ല വീഡിയോസൊന്നും അല്ലല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു വിധത്തിൽ ഒന്ന് ഫ്രീ ആയി എനിക്ക് ഒറ്റക്കൊക്കെ റൂമിൽ ഇരിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കുറച്ച് വീഡിയോസ് ഇടാനും. അപ്പോൾ ഇതെന്ന് പറയുന്നത് വേറെ ഒരു കഥയല്ല, എൻ്റെ സ്വന്തം കഥയിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. അപ്പോൾ എൻ്റെ ഗൾഫിൽ നിന്ന് വരുന്ന ടൈം, അതായത് എൻ്റെ തന്തപ്പടി ഗൾഫിൽ നിന്ന് വരുന്ന ടൈം എൻ്റെ അമ്മ എന്നോട് പറയുകയുണ്ടായി, മോളെ. അപ്പോൾ എൻ്റെ സുഹൃത്തായിരുന്നു ഡ്രൈവറെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ സെറ്റാക്കി തന്നു എന്ന് തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എന്തായാലും പയ്യൻ നല്ല ചെറുപ്പക്കാരനായിരിക്കും, അതായത് അത്യാവശ്യം നല്ല ലുക്കുള്ള പയ്യനായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതുവരെ കുറഞ്ഞിട്ടില്ല. അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല കൂടുതൽ ഹൈ ഉള്ള ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ചെക്കനി വേഗം തന്നെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വരുമ്പോൾ വന്ന് കാറിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഇവിടെ റൂമിലുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ കാറിൽ നിന്ന് ഇറങ്ങി ഡോറ്, അതായത് ബെല്ലടിക്കാൻ വേണ്ടി ഡോറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ ആ പയ്യനെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കറിഞ്ഞില്ലായിരുന്നു ടാക്സി ഡ്രൈവർ. ഞാൻ ഉദ്ദേശിച്ചു ടാക്സി ഡ്രൈവർ എന്ന് പറയുമ്പോൾ പിന്നെ അവളാക്കിയോണ്ട് കുറച്ച് എനിക്ക് ഹോപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ടാക്സി ഡ്രൈവർ എന്ന് പറയുമ്പോൾ കുറച്ച് തടിച്ച് നല്ല വയറും ഒക്കെ തന്നെയുള്ള ഒരു ഡ്രൈവർ ആയിരിക്കുമെന്ന്. ഇതാണെങ്കിൽ കാറ് നേരെ കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിൽ നിന്നും ഒരു നല്ല, അതായത് അത്യാവശ്യം കളറ് കുറഞ്ഞിട്ടുള്ള, നല്ല കുറച്ച് കറുത്തിട്ടുള്ള, നല്ല ബോഡിയൊക്കെ ഉള്ള, നല്ല ചെസ്റ്റും നല്ല മസിലും ഒക്കെ തന്നെയുള്ള നല്ല ഹൈറ്റും വെയിറ്റുള്ള ഒരു പയ്യൻ അതിൽ നിന്ന് ഇറങ്ങി വന്നത് ഞാൻ കണ്ടു. അപ്പൊ തന്നെ എൻ്റെ കിളി പോയി. ഞാൻ അപ്പൊ തന്നെ അവൾക്ക് ഫോൺ വിളിച്ചു. നീ സെറ്റാക്കിയ ഡ്രൈവർ അടിപൊളിയാടി എന്ന് പറയാം. നമ്മളെ പെൺകുട്ടികളല്ലേ, നമ്മൾക്ക് ഇതുപോലുള്ള ആസകൾ കുറവൊന്നല്ലല്ലോ. പായ്നോട്ടം ആണ് മെയിൻ. അങ്ങനെ വേഗം തന്നെ ഞാൻ ഒന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു സാധാരണ ഒരു കുടവേറൻ സ്വന്തം അച്ഛന് പോകുന്നതല്ലേ, അതിന് ഒരുങ്ങേണ്ട ആവശ്യമില്ലുണ്ടോ. ഇവനെ കാണുമ്പോൾ അമ്മ പറഞ്ഞു ഒരു 10 മിനിറ്റ്. അപ്പൊ എനിക്ക് മനസ്സിലായി 10 മിനിറ്റിൽ എനിക്ക് റെഡി ആവാനുള്ള ടൈമുണ്ട്. ഞാനാണെങ്കിൽ രാത്രി ആയതുകൊണ്ട് ഒരുമാതിരിയുള്ള ഡ്രസ്സും ഒക്കെ തന്നെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അവനെ കാണുമ്പോൾ തന്നെ ഞാൻ നല്ല രീതിയിൽ കെട്ടി അണിഞ്ഞൊരുങ്ങി അവൻ എൻ്റെ കണ്ണാൽ വളയണം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ലബം സ്പ്രേയും അത്തറും ഒക്കെ തന്നെ വാരിപൂശി ലോഷനും മുഖമൊക്കെ നല്ല ഇതാക്കി ഞാൻ മുടി അയച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മ കുറെ കെട്ടിവെക്കാൻ പറഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല, കെട്ടിവെക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാനും അമ്മയും അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഫ്രണ്ടിൽ ഇരുന്നു. കാരണം ഡ്രൈവർ എങ്ങാനും ഉറങ്ങിയ കഥ തീരും. നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു, അതായത് ഡ്രൈവർ ഉറങ്ങി ആക്സിഡന്റ് ആയ ഒരു അനുഭവം. അതായത് ഇതേ അച്ഛനെ കൂട്ടാൻ പോകുമ്പോൾ, അതായത് ഇതേ ഫ്ലൈറ്റിലായിരുന്നു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അമ്മയോട് പറഞ്ഞു എനിക്കൊരു ടെൻഷൻ, അമ്മ വേണമെങ്കിൽ ഫ്രണ്ടിലിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ വലിയ നാണിക്കണം. അതൊന്നും പറ്റില്ല, നമുക്ക് രണ്ടുപേർക്കും ബാക്കിൽ തന്നെ ഇരിക്കാം. ബാക്കിൽ നിന്ന് സംസാരിക്കാമല്ലോ, ഫ്രണ്ടിൽ നിന്ന് തന്നെ സംസാരിക്കണം എന്നില്ലല്ലോ. ആ അമ്മയുടെ ഒരു തുള്ളി സ്വഭാവം പോലും എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഇതാരുടെ സ്വഭാവം എന്ന് എനിക്ക് പോലും അറിയത്തില്ല. അങ്ങനെ ഞാൻ ഈ കാറിലൊക്കെ കയറിയിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാട്ട് മാറ്റാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് ഡ്രൈവറിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ പോവാറുണ്ടായിരുന്നു. അതായത് അവിടെ അമർത്തണമല്ലോ. അങ്ങനെ അതൊക്കെ മാറ്റുമ്പോൾ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ഞാൻ ഈ AC കൂട്ടാൻ വേണ്ടി പോകുമ്പോൾ ആ ഡ്രൈവർ എന്നെ ഒന്നിങ്ങനെ നോക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ഐ കോണ്ടാക്റ്റും, രണ്ടുപേരുടെ ഫേസ് അടുത്തടുത്തായിരുന്നു. എൻ്റെയും കിളി പോയി. മാത്രമല്ല അവൻ്റെ കിളി എന്നെ കാട്ടി കൂടുതൽ പോയിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. ഞാൻ വേഗം തന്നെ AC ഇത് കൂട്ടി അവിടെ തന്നെ ഇരുന്നു. നല്ല തണുപ്പും, പിന്നീട് എനിക്ക് തണുപ്പ് കൂടിക്കൂടി വരികയാണ്. എനിക്ക് മാത്രമല്ല, ഡ്രൈവറിനായാലും അമ്മക്കായാലും. അമ്മ നല്ല ഉറക്കായിരുന്നു. പിന്നീട് ഞാനും ഡ്രൈവറും മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ കുറെ സംസാരിച്ചു. എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു, അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. അമ്മയാണെങ്കിൽ നല്ല ഉറക്ക്. അമ്മ ഉള്ളിടത്തോളം എന്ത് ഉറങ്ങി പറഞ്ഞെങ്കിലും നമുക്ക് ഡീപ്പായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ. കാരണം അമ്മ അവിടെ തന്നെ ഉണ്ടല്ലോ. ഉറക്ക് എന്ന് പറയുന്നത് ഏതുറക്കാണ് എന്നും നമുക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു AC തണുക്കുന്നുണ്ട് നല്ല. അപ്പൊ അവൻ പറഞ്ഞു, നീ ഇതുവരെ ഓണാക്കിയതുപോലെ നീ ഓഫാക്കിക്കോ, എനിക്ക് എന്താ പേടിയാവുന്നു എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും തന്നെ ഡ്രൈവറിന്റെ അടുത്തോട്ട് പോയി ആ AC ഇത് കുറക്കുമ്പോൾ അവൻ വീണ്ടും എൻ്റെ മുഖത്തോട്ട് നോക്കുകയാണ്. ഞാനാണെങ്കിൽ അവൻ്റെ കണ്ണും കണ്ടും എൻ്റെ എല്ലാ രോമങ്ങളും പൊന്തുകയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മാത്രമല്ല അവൻ്റെ വേണ്ട പോലെ ഒക്കെ നടക്കുന്നുണ്ട്. എനിക്ക് നല്ല ടെൻഷനായി. അങ്ങനെ ഞാൻ വേഗം തന്നെ വെള്ളം കുടിച്ചു. അങ്ങനെ ഞാൻ വെള്ളം കുടിക്കുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു എനിക്കും കുറച്ച് വെള്ളം വേണം.
എന്ന് പറഞ്ഞു ഞാൻ ആ മൂടി തുറന്ന് അവന് വെള്ളം കൊടുക്കുകയാണ്. അങ്ങനെ അവൻ വെള്ളമൊക്കെ കുടിച്ചു, എൻ്റെ കയ്യിൽ തന്നു. അങ്ങനെ പാട്ടൊക്കെ വെച്ച് ഞാൻ ചെറിയ മയക്കത്തിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ വിളിച്ചു, സ്ഥലത്തി പറഞ്ഞു. അങ്ങനെ നമ്മൾ രണ്ടുപേരും എഴുന്നേറ്റു. എൻ്റെ അമ്മയ്ക്ക് എന്ന് പറയുന്നത് അവനെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വിശ്വാസം, ഒരാളോട് പെട്ടെന്ന് നമുക്കൊരു വിശ്വാസം വരുമല്ലോ, ആ ഒരു വിശ്വാസം എൻ്റെ അമ്മയ്ക്ക് അവനോട് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂം എടുക്കുമ്പോൾ അമ്മ വിചാരിച്ചു അവൻ നല്ല പയ്യനാണ്, അവനെ നമ്മൾ റൂമിൽ കിടത്താം. അതായത് അവനെ സെപ്പറേറ്റ് റൂമൊന്നും എടുത്തില്ല, നമ്മുടെ റൂമിൽ തന്നെ അവൻ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഹോട്ടൽ റൂമിൻ്റെ ഒക്കെ റൂമിലെ ബെഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതല്ലോ, ഒരു 3 പേർക്ക് കിടക്കാനുള്ള ബെഡൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ ഭാഗ്യവശാൽ നമ്മളെ ബെഡ് എന്ന് പറയുന്നത് 2 ബെഡ് അടുപ്പിച്ചിട്ടുള്ള ഒരു ബെഡായിരുന്നു, ഒറ്റൊരു ബെഡ്. അതായത് 2 ബെഡ് ഉണ്ട്, അത് അടുപ്പിച്ചിട്ട് ഒരു ബെഡായിരുന്നു അവരാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ, അതായത് സുധി എൻ്റെ ഒക്കത്ത്, ആദ്യം സുധി, പിന്നെ ഞാൻ, പിന്നെ അമ്മയായിരുന്നു. സുധിക്കൊരു സെപ്പറേറ്റ് ബെഡായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരും ഫ്രഷായി വന്ന് നല്ല രീതിയിൽ കുളിയൊക്കെ കഴിഞ്ഞു, AC ഒക്കെ ഇട്ട് കുറച്ച് TV ഒക്കെ കണ്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ TV കാണുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കണം. അങ്ങനെ പുറത്തു നിന്ന് ഫുഡൊക്കെ ഓർഡറാക്കി നമ്മൾ 3 പേരും കഴിച്ചു. നല്ല ഉറക്കായിരുന്നു. പെട്ടെന്ന് രാത്രിയിൽ എന്നെ ആരോ കെട്ടിപ്പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എനിക്കാണെങ്കിൽ എന്താ പറയാ, എൻ്റെ അമ്മ ഇന്നേവരെന്നെ അങ്ങനെയൊന്നും, എൻ്റെ അമ്മക്ക് എന്ന് പറയുന്നത് എന്നോട് ഇഷ്ടമുണ്ട്. എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഇഷ്ടം അങ്ങനെ പുറത്ത് കാണിക്കാറുണ്ടായിരുന്നില്ല, എല്ലാം ഉള്ളിൽ വെച്ച് ഒതുക്കുന്ന ഒരാളായിരുന്നു. പെട്ടെന്ന് രാത്രി ഒരു 2 മണിയുടെ ടൈം നല്ല ഏസ്യം, ഞാൻ എണീക്കുന്നത് തന്നെ എന്നെ ആരോ കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ടാണ്. നല്ല ഏസ്യം, എൻ്റെ മേത്താണെങ്കിൽ ഒരു പുതപ്പ് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന പുതപ്പും വിരിച്ച്, അപ്പോഴേക്കും അത് സുധിയുടെ പുതപ്പായിരുന്നു, ആ പുതപ്പിനുള്ളിലായിരുന്നു. പക്ഷെ വേറെ വഴി ഉണ്ടായിരുന്നില്ല, അവൻ്റെ പുതപ്പായാലും എനിക്ക് വേഗം തന്നെ പുതപ്പ് മാറ്റി അയ്യോ പുതപ്പ് വേണ്ട എന്ന് പറയാനുണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയാണെങ്കിൽ അങ്ങോട്ട് ചേർന്ന് നല്ല ഉറക്കായിരുന്നു, നമുക്ക് നല്ല ടയർഡ് ഉണ്ടായിരുന്നു. അമ്മ കാരണം രാവിലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ അച്ഛന്മാർ വരുമ്പോൾ കെർട്ടനും ഒക്കെ തന്നെ സോഫയും ബാത്റൂമും ഒക്കെ തന്നെ ക്ലീൻ ആക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എനിക്ക് കോളേജ് ഉണ്ടായത് കൊണ്ട് തന്നെ എൻ്റെ അമ്മ എല്ലാം ഒറ്റക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അമ്മ നല്ല ഉറക്കിലായിരുന്നു. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത് അമ്മ 5 മണിക്ക് തന്നെ എഴുന്നേൽക്കോ എന്നുള്ളതായിരുന്നു. 5 മണിക്ക് തന്നെ എഴുന്നേൽക്കോ എന്നുള്ള ഒരു ടെൻഷനും കൂടി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവൻ്റെ പുതപ്പിനുള്ളിൽ കൂടി. പിന്നീടാണ് എൻ്റെ ഉറക്കൊക്കെ തെളിഞ്ഞ് എനിക്ക് ഞെട്ടിയപ്പോൾ പിന്നെ എൻ്റെ ഉറക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കെട്ടിപ്പിടിച്ചത് ആരാണെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി പാതിരാത്രി 2 മണി, നല്ല തണുപ്പും, അവനെന്ന് പറയുന്നത് ഔട്ട് ഓഫ് കൺട്രോൾ ആയിരുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ എന്നെ കെട്ടിപ്പിടിച്ച് ഏതർത്ഥത്തിലായിരുന്നു. പിന്നീട് എനിക്കത് ആലോചിച്ച് എനിക്കും എൻ്റെ കൺട്രോൾ പോയി. നല്ല തണുപ്പും, പറയാൻ പറ്റാത്ത തണുപ്പും, പിന്നെ അമ്മ ഉറക്കും. അപ്പോൾ എൻ്റെ കാല് അവൻ്റെ കാലിൻ്റെ അടുത്തൊക്കെ വന്ന് വീണ് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല. അന്ന് രാത്രി എന്ന് പറയുന്നത് ഒരു ഉഗ്രൻ രാത്രിയായിരുന്നു. കാരണം അവൻ എനിക്ക് മറക്കാൻ പറ്റാത്ത രാത്രിയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ നമ്പർ എന്ന് പറയുന്നത് ഇതുപോലുള്ള കഥകൾ പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ആ നമ്പറിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ അടിപൊളി വീഡിയോ കോൾ, വീഡിയോസ്, ഫോട്ടോസ്, ഗേൾസ് ചാറ്റിംഗ് ഇതുപോലുള്ള കഥകൾ പച്ചക്ക് പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.